ഉണ്ണിയമ്മേ കുമ്പടി വന്നു. പിണറായി വിജയൻ സ്വർണ്ണം ഉപയോഗിക്കുന്ന ആളല്ല. രമേശ് ചെന്നിത്തലയുടെ കഴുത്തെ സ്വർണ്ണമാല കാണും, സതീശന്റെ കഴുത്തിലും കയ്യിലും സ്വർണ്ണവും കാണും. പിണറായി വിജയൻ സ്വർണ്ണം ഉപയോഗിക്കുന്ന ആളല്ല. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അങ്ങനെ സ്വർണ്ണത്തിലും മറ്റു രീതിയിലും ജീവിക്കുന്ന ആളുകളുമല്ല. എ പത്മകുമാറിന്റെ മൊഴിയടക്കമുള്ള വിവരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുന്നു. റിമാൻഡ് റിപ്പോർട്ടിൽ അന്വേഷണ സംഘം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ പുറത്തു വരുന്നു. അദ്ദേഹം ഇതിന്റെ തുടക്കത്തിലൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അങ്ങേക്കും ഓർമ്മയുണ്ടാകുമായിരിക്കും. ഇതിൽ ആരെങ്കിലും എവിടെയെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ജയിലിൽ പോകട്ടെ എന്നുള്ളത്. ഗുളികൻ നിന്ന സമയമാണോ എന്ന് വേണമെങ്കിൽ ഈ പറയുന്ന ഒരു നാടൻ രീതിയിൽ പറയാമെന്നുള്ളതാണ്. അദ്ദേഹം ജയിലിൽ പോവുകയുണ്ടായി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്? സ്പോൺസർ എന്ന് 1000 തവണ നമ്മൾ കണ്ടയാൾ സ്പോൺസർ മാത്രമല്ല പാർട്ട്ണർ കൂടിയാണെന്ന് വ്യക്തമാവുകയാണ്. പത്മകുമാറിന്റെ കാര്യത്തിലും എല്ലാ പാർട്ടി അംഗങ്ങളുടെ കാര്യത്തിലും പാർട്ടിക്ക് നിരീക്ഷണമുണ്ട്. അവരുടെ സ്വത്ത് വിവരം പാർട്ടി അറിയിക്കണം. ഏതെങ്കിലും തരത്തിൽ ഒരു സ്വത്ത് സമ്പാദനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എങ്ങനെയെന്നുള്ളത് പാർട്ടി അറിയിക്കണം. എന്നിട്ട് പുതിയ വീടുകൾ വെക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംരംഭങ്ങൾ ഏർപ്പെടുകയോ ചെയ്താൽ അതിൻ്റെ സോഴ്സ് പാർട്ടിയെ കാണിക്കണം. അങ്ങനെയൊക്കെ ഉള്ള ഒരു സംവിധാനം CPM-നകത്തുണ്ട്. ഭയങ്കരം തന്നെ. അതുകൊണ്ടാണ് അഴിമതിരഹിതമായ ഒരു സംവിധാനമായി CPM-ന് നിൽക്കാൻ കഴിയുന്നത്. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. ശ്രീ പത്മകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സാമ്പത്തിക പ്രകടനം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു അനധികൃതമായ സമ്പത്തായിട്ട് വരുന്നു എന്ന് സാധാരണഗതിയിൽ സംഭവിക്കില്ല. ചില പഴയകാല പ്രമുഖരായ നേതാക്കന്മാർക്ക് പറ്റിയ ചെറിയ കയ്യബദ്ധം പോലും സഹിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായിട്ടില്ല. അവരുടെ എല്ലാം പേരിൽ അതൊക്കെ അപേക്ഷിച്ച് നോക്കിയാൽ പത്മകുമാർ വളരെ ചെറിയൊരു ജില്ലാ കമ്മിറ്റി അംഗം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആരെയും സംരക്ഷിച്ച് ശീലമില്ലാത്തൊരു പാർട്ടി ആയതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഇത്തരം ആത്മവിശ്വാസം അതിനകത്ത് പ്രകടിപ്പിക്കുന്നത്. ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ അല്ലാതെ അങ്ങ് പറഞ്ഞത് ശരിയാണ്. പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ് എ പത്മകുമാർ. ശബരിമലയുമായി ദീർഘകാല ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ അച്ഛന് ബന്ധമുണ്ട്, പി അച്യുതൻ നായർക്ക് ബന്ധമുണ്ട്, ശ്രീ എ പത്മകുമാറിന് ബന്ധമുണ്ട്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഈ രോഗദണ്ഡുമായി ബന്ധപ്പെട്ട് എടുത്തങ്ങ് കൊടുത്ത് കൊണ്ടുപോയി നന്നാക്കി വാ മോനെ എന്ന് പറയാൻ മാത്രമുള്ള ബന്ധം അദ്ദേഹത്തിന്റെ മകനുണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷെ അതൊക്കെ അനധികൃതമായ പല കാര്യങ്ങൾ നടത്തിക്കപ്പെടാൻ ഉപയോഗിച്ചിരുന്നു എന്നതടക്കമുള്ളതാണ് ഈ പറയുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. അല്ല ശ്രീമതി മാധു, പത്മകുമാർ MLA മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒന്നും അല്ല. ഇപ്പോ പത്മകുമാറിന്റെ പാർട്ടി സ്ഥാനം മാത്രമേ ഉള്ളൂ. അതിനൊന്നും ഇല്ലേ? അപ്പോൾ മന്ത്രിയായിട്ടിരുന്നോ MLA ആയിട്ടിരുന്നവള് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കീഴടക്കമുണ്ട്. പക്ഷേ 2 MLA-മാർ കേരളത്തിൽ ജയിലിൽ കിടന്നിരുന്നു. അവരിപ്പോഴും ആ പാർട്ടിയുടെ നേതാവ് തന്നെയാണ്. അത് ഏത് കേസിനാന്നുള്ളതും ശ്രീമതി മാധുവിന് അറിയാം. അടുത്ത സമയത്ത് തന്നെ അവർ ജയിലിൽ കിടന്നേ. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിലെന്തോ കൈയുണ്ട്. ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൈപ്പടയിൽ തന്നെ എഴുതണ്ടേ? പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം അല്ലാതെ എഴുതാൻ പറ്റില്ല. അത് കൈപ്പടയിൽ തന്നെ എഴുതിയത്. അതിലൊരു ചെറിയ ക്ലാരിറ്റി വരേണ്ട കാര്യം, പത്മകുമാറിന്റെ കയ്യിൽ കിട്ടുന്ന നിർദ്ദേശം അത് പിന്നെ പിത്തളപ്പാളി എന്നുള്ളത് കിട്ടുകയാണ്. അതിനകത്ത് സ്വർണം പൊതിഞ്ഞ പിത്തളപ്പാളി എന്നുള്ളത് ആണോ ഈ മുരാരി ബാബു എഴുതി കൊടുത്തത്, അതോ കേവലം പിത്തളപ്പാളി എന്നുള്ളതാണോ? ആ പിത്തളപ്പാളി മാറ്റി ചെമ്പാക്കിയതാണോ പത്മകുമാർ എന്നുള്ളതിന്റെ ക്ലാരിറ്റി ഉണ്ടാവണം. തീരുമാനത്തിലല്ല കൈപ്പടയിൽ തിരുത്തൽ വന്നിരിക്കുന്നത്, അതിലെ പ്രയോഗത്തിലാണ്. ഇനി അങ്ങനെ പിത്തള എന്ന് കാണുമ്പോൾ അടിസ്ഥാന ലോഹം ചെമ്പാണല്ലോ എന്നൊരു ചിന്ത അദ്ദേഹത്തിന് അക്കാഡമിക് ആയിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ശരി, അതിൽ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഉള്ളത്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഇതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അവിടെ ഈ പറയുന്ന 98-ൽ സ്വർണം പതിപ്പിച്ചിട്ടുള്ളതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അറിവുള്ളവരുണ്ട്. ഈ മുരാരി ബാബുവിന്റെ കുറ്റം എന്താണ്? അദ്ദേഹം അന്നും അവിടെ ജോലി ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹത്തിന് അറിയാം എന്നാണ് SITയുടെ അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. അവിടെ ചൂടാണ്ട് AC ഒന്നും ഇല്ല.
ആ ജോലി നടത്തപ്പെട്ടിരുന്നു എന്ന് അങ്ങ് തന്നെ പറയുന്നത് പോലെ ശബരിമലയുടെ ചരിത്രം മുതൽ വർത്തമാനം വരെയുള്ള മുഴുവൻ കാര്യങ്ങൾ അറിയാമെന്ന് എ പത്മകുമാറിന് വളരെ വ്യക്തിപരമായി അറിയാം അത് സ്വർണ്ണമാണ് എന്നുള്ളതൊക്കെ. ഇത് കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി പറയൂ. 98-ലൊന്നും അവിടെ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തിട്ടില്ല. 98-ൽ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നമൊക്കെ അവിടെ ഉണ്ടാക്കാൻ പറ്റുമോ? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. അങ്ങ് തെറ്റിദ്ധരിച്ചു. 98-ൽ കമ്പ്യൂട്ടറൈസ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന അടിസ്ഥാന വിവരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഒരു വാചകം പൂർത്തിയാക്കാനും ഒരു ആശയം ക്ലാരിഫൈ ചെയ്യാനും സമ്മതിക്കാതെ നിങ്ങൾ ചോദ്യങ്ങൾ കൊണ്ട് മൂടുന്നത് കൊണ്ട് എന്താ പ്രയോജനം? നിങ്ങൾ ചർച്ച ഓൺ ചെയ്ത് വെച്ചിട്ട് നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ, കുറെ സമയമായിട്ട് കളിയാക്കണ്. ഒരു 10-25 മിനിറ്റ് ചോദ്യങ്ങൾ അങ്ങ് സമർപ്പിക്കുക കേരളം മുഴുവൻ. എന്നിട്ട് അത് ശരിയാണെന്ന് നിങ്ങൾ അങ്ങ് നിഗമനത്തിലെത്ത്, എന്നിട്ട് ക്ലോസ് ചെയ്യും. അപ്പൊ പ്രശ്നം പരിഹരിക്കാം. നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ വേണ്ടിയാണോ അതിൽ എനിക്ക് വളരെ ക്ഷമാപൂർവ്വം അങ്ങോട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങയുടെ ചോദ്യത്തെ തെറ്റിദ്ധരിച്ചു. CPM-ന്റെ പ്രതികൾക്ക് ഇതിനകത്ത് ഒരു മറുപടിയും പറയാനില്ല അങ്ങ് എന്ന് മറുപടി നാട്ടുകാരെ പറയുന്നത് ഞാൻ ബോധ്യപ്പെടുത്തണം. കേൾക്കും. അതെ, എനിക്ക് തോന്നുന്നതാണോ അതോ ശരിക്കും മണ്ടനാണോ? നമ്മുടെയൊക്കെ ആശങ്ക എന്താ? 2019 അവിടെ പൂശിയ സ്വർണം എത്ര, അത് കഴിഞ്ഞ് ഇപ്പൊ കണക്കെടുക്കുമ്പോൾ എത്ര സ്വർണം, ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചാൽ മാത്രം മതി ശബരിമലയിൽ എത്ര സ്വർണം പുറത്തു പോയെന്നുള്ളത്. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? പത്മകുമാറിനെ കൈകാര്യം ചെയ്യേണ്ട സമയത്ത്, അതിന്റെ ശരിയായ സമയത്ത് പത്മകുമാറിന്റെ കാര്യത്തിൽ വ്യക്തതയെല്ലാം വന്നു കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ ഞങ്ങൾ കൈക്കല കൂടാതെ എടുത്ത് വെളിയിൽ കളയുമെന്ന് പറയുന്നത് പോലെ പറയാനുള്ള ആർജവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. കേൾക്കാൻ നല്ല രസമുണ്ട്. കാണാൻ പോകുന്ന പൂരമാണ്. അത്രേ ഉള്ളൂ ഞാൻ പറയാം. ഓക്കെ, കൈക്കല ഒഴിവാക്കണ്ട, ചിലപ്പോ പൊള്ളി പോയാലോ. മാനേജ്മെന്റിന് പൊള്ളുന്നവരൊന്നും ഞങ്ങൾക്ക് അങ്ങനെ പറയരുത് കേട്ടോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാൻ പാടില്ല എന്നുള്ളതായിരുന്നല്ലോ. അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പോകത്തില്ല കേട്ടോ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അല്ല ഇടപെടാൻ പാടില്ല. അതുകൊണ്ടാ പറഞ്ഞത് മാധുവിന്റെ മാനേജ്മെന്റ് പല കാര്യത്തിലും കൈ പൊള്ളിയിട്ടുണ്ട്. ആ പൊള്ളലൊന്നും CPM പൊള്ളത്തില്ല. ശരി ശരി. കൈക്കല കൂടാതെ എടുത്ത് കളയുന്ന രീതി നല്ലതല്ല എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാമല്ലോ, സ്വാഭാവികമായി. അതുകൊണ്ട് പറഞ്ഞതാണ്. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. അല്ലല്ല, ശബരിമല കേസിൽ അറസ്റ്റിലായത് ആരാ? ശബരിമല കേസിൽ അറസ്റ്റിലായത് ആരാ? നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗമാണേ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പൂശിയ സ്വർണത്തിന്റെ കണക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പൂശിയ സ്വർണത്തിന്റെ കണക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഡോക്ടർ PK ഗോപൻ, ഞാൻ പറഞ്ഞത് 2019 എന്റെ കാലത്ത് കണക്കെടുത്തു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകുന്നു. എന്റെ കാലത്ത് ശബരിമലയിലുള്ള സ്വർണത്തിന്റെ കണക്കെടുത്തു എന്ന് എ പത്മകുമാർ പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. രണ്ടാമത്, അഴിമതി നടത്തിയത് പിണറായി വിജയന്റെ അറിവോടുകൂടിയാണ്. ശരിയാണ്, നിങ്ങളുടെ പാർട്ടിക്കകത്ത് സമീപനം അതാണെങ്കിൽ ഞാനത് അഡ്മിറ്റ് ചെയ്യാം. സുരേന്ദ്രൻ, BJP-യുടെ പ്രസിഡന്റായിരുന്ന ശ്രീ സുരേന്ദ്രന്റെ കുഴൽപ്പണ കേസ് നരേന്ദ്രമോദി അറിഞ്ഞിട്ടാണ് നിങ്ങൾ സമ്മതിക്കൂ. ഇവനെന്ത് വിവരക്കേടാ ചോദിക്കണേ? ശ്രീ രാജീവ് ചന്ദ്രശേഖർ, ആ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭൂമി ഇടപാടിലെ അഴിമതി നരേന്ദ്രമോദി അറിഞ്ഞിട്ടാണെങ്കിൽ ഇത് പിണറായി വിജയൻ അറിഞ്ഞിട്ടാണെന്ന് സമ്മതിക്കാം. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? പിണറായി വിജയൻ സ്വർണ്ണം ഉപയോഗിക്കുന്ന ആളല്ല. രമേശ് ചെന്നിത്തലയുടെ കഴുത്തെ സ്വർണ്ണമാല കാണും, സതീശന്റെ കഴുത്തിലും കയ്യിലും സ്വർണ്ണമാലയും സ്വർണ്ണവും കാണും. പിണറായി വിജയൻ സ്വർണ്ണം ഉപയോഗിക്കുന്ന ആളല്ല. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അങ്ങനെ സ്വർണ്ണത്തിലും മറ്റു രീതിയിലും ജീവിക്കുന്ന ആളുകളുമല്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.